ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇന്ന് എൻ്റെ വല്യമ്മ മരിച്ചു പോയി. അപ്പോൾ ഇന്ന് ഞാൻ രാവിലോട്ട് മരണ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് റീഡിംഗ് ഇടാൻ പറ്റാത്തത്. അതിന് ഞാൻ എല്ലാവരോടും സോറി പറയുന്നു. അപ്പോൾ നമുക്ക് അവരുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ വളരെയധികം സൈലൻസ് സോണിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് ഒറ്റയ്ക്കിരിക്കണം, ശാന്തമായിട്ടിരിക്കണം, ആരും പറയുന്നത് കേൾക്കണ്ട, സൈലൻസ് സോണിലിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ആരെങ്കിലും പഠിപ്പിക്കാൻ പോയാൽ ഇവർ പറയും, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം എന്ന്, എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയും. നിങ്ങളുടെ ഭാഗത്തുനിന്നോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ പ്രഷർ ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നതോ വീട്ടുകാർ പറയുന്നതോ എല്ലാം ഇവർ കേൾക്കും. പക്ഷേ ചെയ്യുന്നത് ഇവരുടെ ഇഷ്ടത്തിനായിരിക്കും ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പോലും ഇവരെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യാൻ പോകുന്നു എങ്കിൽ നിങ്ങളോട് വഴക്കിട്ട് നിങ്ങളോട് പിണങ്ങുമെന്നുള്ള ആ ഒരു എനർജി ഇവിടെ ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാതെ ഇവരെ കൂടുതലായിട്ട് പ്രഷർ ചെയ്യാൻ പോവേണ്ട ഒരു കാര്യത്തിനും. ഇവിടെ വലിയൊരു ഡിസിഷൻ എടുക്കുന്ന മുമ്പേ എല്ലാം ആവശ്യത്തിനുള്ള പ്ലാനിങ്ങും ആവശ്യത്തിനുള്ള ആ ഒരു ഡിസിഷനെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും എല്ലാം വേണമല്ലോ. അപ്പോൾ തനിച്ചിരുന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ തനിച്ചിരുന്ന് ഒരു തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതിന് വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്യുന്നത്. ഇവിടെ ഇവർ കുറേ നാളായിട്ട് കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ ലവ് ലൈഫിൽ റിലേറ്റഡ് ആയിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർ ഇവരെ ഭയങ്കരമായിട്ട് ഇവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ബാലൻസിലാണുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരുടെയും വാക്കുകൾ ഇവർ സ്നേഹത്തോടെ കേൾക്കും. പക്ഷേ ഇവരുടെ ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അത് മാത്രമേ ഇവർ കേൾക്കുകയുള്ളൂ. ആർക്കും ഇന്നത്തെ ദിവസം ഇവരെ പ്രഷറൈസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ. ഇവിടെ ഇനി കറണ്ട് ഫീലിംഗ് നോക്കാം. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ എത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയുമാണിവർ. അതായത് നിങ്ങൾ പരസ്പരം ഒന്നിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിലും അല്ലാതെ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും മുഴുകിയാണ് ഇവർ ഇരിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജിയിൽ ബ്ലോക്കേജസ് കാണുന്നുണ്ട്. ഇവരുടെ ത്രോട്ട് ചക്രയും സൈക്കിൾ ചക്രയും ബ്ലോക്കേജസ് കാണുന്നുണ്ട്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, അതേപോലെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇവർ ശ്രമിക്കുന്നു. പെട്ടെന്ന് സന്തോഷമായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവർ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്കൊരു പേടിയാണ്, ഇവരുടെ ആ ഒരു സന്തോഷം ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതെ വന്ന് അവർ കണ്ണുവെച്ച് നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകരാറാകുമോ. അതുകൊണ്ട് ഇവർ സ്വയം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആകുന്നു. ചില സമയം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ജീവിതം ഇവർക്ക് തരാൻ സാധിക്കുമോ എന്നുള്ള പേടി കാരണം ഇവർ ഉൾവലിയുന്നു. അതായത് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള ആ ഒരു ഇതുണ്ടാകുമോ, അങ്ങനെയൊക്കെ പേടിച്ച് എനിക്ക് പറ്റത്തില്ല, അതിനെക്കാട്ടി ഇപ്പോഴേ മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് ഇവർ പിന്നെ മൂവ് ഓൺ ചെയ്യുന്നത്. അതായത് നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളും പേടിയും എല്ലാം വരുമ്പോൾ ഇവർ സ്വയം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നു. അതായത് നിങ്ങൾ തന്നെ ചോദിക്കത്തില്ല, എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എന്നെ മാരേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നോട് ബന്ധം വെച്ചത് എന്ന് നിങ്ങൾ ചോദിക്കത്തില്ല. അത് പേടിച്ച് ഇവരെ തന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത്. ഇപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് ഇവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു ബ്ലോക്കേജസ് ഉള്ളത് കാരണമാണ് ഇവർ പേടി കാരണം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ത്രോട്ട് ചക്ര, സൈക്കിൾ ചക്ര, ഈ രണ്ട് ചക്രാസ് ഹീൽ ചെയ്യേണ്ടതാണ് നിങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നോ കോണ്ടാക്ട് സിറ്റുവേഷനും കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്കും നോക്കാം. നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകുമെന്നാണ്. അതായത് കോളോ മെസ്സേജോ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ വലിയൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ആ ഒരു തീരുമാനം എടുക്കാൻ വളരെയധികം ധൈര്യവും ശക്തിയും ഇവർക്ക് വേണമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തീരുമാനം ഇവർ എടുത്തു കഴിഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടലോടെ അല്ലെങ്കിൽ ഡിവൈൻ്റെ ഇടപെടലോടെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇടപെടലോടെയാണ് ഇവർ ഈ ഒരു തീരുമാനം എടുത്തേക്കുന്നത്. ഈ ഒരു തീരുമാനം എടുത്തത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവർ. എങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ടൊരു യൂണിയൻ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് ദുഃഖത്തിലാണ്. മെയിൻ കാരണം നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ. രണ്ടാമത് കാർമികമായിട്ടുള്ള ട്രിഗർ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഗത്താണ് ശരി, ഇവർ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തല്ല ശരിയെന്ന്.
പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് കുറിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വരാൻ പോകുന്ന 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോ കോൺടാക്ട് സിറ്റുവേഷനുള്ളവർക്ക്. ഇനി കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ കോൺടാക്ട് സിറ്റുവേഷനുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രോബ്ലംസും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇവർ പേടിക്കുകയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇവർക്ക് ഒരു ദുഃഖമുണ്ട്. അതായത് പേരൻസ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് സമ്മതിക്കുന്നില്ല. ഇല്ല എങ്കിൽ പേരൻസ് നിങ്ങൾക്കിടയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കര ദുഃഖത്തിലാണ്. അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവർ ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാൻ പോകരുത്. കാരണം അവരുടെ ഉള്ളിലുള്ള വിഷമം നിങ്ങളോടല്ല വേറെ ആരോട് പറയാനാണ്. അപ്പോൾ അവർ അങ്ങനെ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് വഴക്കിടല്. വരാൻ പോകുന്ന 34 hours നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന വരെ നിങ്ങൾ സഹായിക്കുക. അങ്ങനെ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാനും ആരെങ്കിലും ഒരാളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുമെന്ന്. ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹെൽപ്പ് നിങ്ങൾ തേടേണ്ടതാണ്. അതായത് നിങ്ങൾ പറഞ്ഞാൽ ഈ ഒരു വ്യക്തി കേൾക്കും, ഈ ഒരു വ്യക്തി പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും അനുസരിക്കും. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രോബ്ലംസിന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെഡിറ്റേഷൻ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹീലിങ്ങും ഗൈഡൻസും കിട്ടുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾക്കിടയിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എങ്കിൽ നിങ്ങൾ ലീഡ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് പറയുന്നത് 1000 പേരുണ്ട്. അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കും. കാരണം ആ വ്യക്തിയുടെ എന്തോ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ റെയർ ക്വാളിറ്റി നിങ്ങൾക്കുമുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. പക്ഷേ ആ ഒരു ക്വാളിറ്റി നിങ്ങളിപ്പോൾ ഹൈഡാക്കി വെച്ചേക്കണം. അതിനെ പുറത്ത് കൊണ്ടുവരുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു ടാലൻ്റ് ഉണ്ട്, അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.